ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ കന്യകാമറിയത്തെക്കുറിച്ചും രക്ഷാകര ചരിത്രത്തിൽ അമ്മയ്ക്കുള്ള വലിയ പങ്കിനെക്കുറിച്ചും സ്ഥാനത്തെക്കുറിച്ചും വിചിന്തനം ചെയ്യുന്ന ഈ വേളയിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം യാചിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം 3-4 തിരുവചനങ്ങൾ. അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കുമെന്ത്, എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. ഇവിടെ പരിശുദ്ധ കന്യകാമറിയത്തെ, സ്വന്തം അമ്മയെ ഈശോ സ്ത്രീയെ എന്ന് അഭിസംബോധന ചെയ്യുന്നു. പരിശുദ്ധ അമ്മയെ ഏറെ സ്നേഹിക്കുന്ന നമ്മൾ ഓരോരുത്തർക്കും ഈ ഒരു അഭിസംബോധന അല്പം വെറുപ്പും വിദ്വേഷമൊക്കെ ഉളവാക്കാറുണ്ട് അല്ലേ? നമുക്ക് വലിയ വിഷമമാണ് പരിശുദ്ധ അമ്മയെ, സ്വന്തം മാതാവിനെ ഈശോ സ്ത്രീയെ എന്ന് അഭിസംബോധന ചെയ്യുന്നത് കേൾക്കുമ്പോൾ തന്നെ. കാനായിലെ വിവാഹവിരുന്നിൻ്റെ വേളയിൽ മാത്രമല്ല, ക്രൂശിതനായ ഈശോ സ്വന്തം അമ്മയെ യോഹന്നാനെ ഏൽപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ യോഹന്നാനെ പരിശുദ്ധ അമ്മയ്ക്ക് ഏൽപ്പിക്കുമ്പോൾ, യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായം 26-ാം തിരുവചനത്തിലും അവിടെയും അമ്മയെ സ്ത്രീയെ എന്നാണ് അഭിസംബോധന ചെയ്തത്. പലപ്പോഴും നമുക്ക് തോന്നിയേക്കാം ഇതൊരു പരുക്കൻ ഭാഷയല്ലേ, അല്ലെങ്കിൽ ഈശോ സ്വന്തം അമ്മയെ അധിക്ഷേപിച്ച് സംസാരിക്കുന്നതാണോ, കടുപ്പിച്ച് പറയുന്നതാണോ? ഇത്തരത്തിലുള്ള പല ചോദ്യങ്ങളും നമ്മുടെ മനസ്സിൽ ഉരുത്തിരിഞ്ഞേക്കാം. എന്നാൽ ഈ അഭിസംബോധനയുടെ, സ്ത്രീയെ എന്ന ഈ വിളിയുടെ ദൈവശാസ്ത്രപരവും സാഹിത്യവും സാംസ്കാരികവുമായ പശ്ചാത്തലം നമ്മളത് കണ്ടെത്തുകയാണെങ്കിൽ ഇത് വളരെ ബഹുമാനത്തോടും ആദരവോടും കൂടിയാണ് ഈശോ സ്വന്തം അമ്മയെ അഭിസംബോധന ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. സ്നേഹമുള്ളവരെ, സ്ത്രീയെ എന്ന ഈ അഭിസംബോധന ഒരിക്കലും ഒരു ശാസനയല്ല. അത് ഈശോ പരിശുദ്ധ അമ്മയെ അധിക്ഷേപിക്കുകയോ ശാസിക്കുകയോ അല്ലെങ്കിൽ അവളോട് ആദരവില്ലാതെ സംസാരിക്കുകയോ ചെയ്യുന്നതിൻ്റെ അടയാളമല്ല. മറിച്ച് ആദരവ് കൂടിയാണ് ഈശോ സംസാരിക്കുന്നത്. ഈ സ്ത്രീയെ എന്ന ഈ പദം, സ്ത്രീ എന്ന പദം ഗ്രീക്ക് സംസ്കാരത്തിൽ, അതായത് ഈശോ ജീവിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ കുലീനതയും ഔന്നത്യവുമുള്ള മഹിളകളെ അഭിസംബോധന ചെയ്യുവാനായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു പദമായിരുന്നു. ഗ്രീക്ക് ഭാഷയിലെ സ്ത്രീ അഥവാ ഗുനേയി എന്ന പദം കുലീന സ്ത്രീകൾക്ക് വേണ്ടി മാത്രം മാറ്റിവെച്ചിരുന്ന ഒരു സംജ്ഞയായിരുന്നു, അല്ലെങ്കിൽ അഭിസംബോധനയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു പദമായിരുന്നു. യേശുവിൻ്റെ കാലഘട്ടത്തിലുണ്ടായിരുന്ന ഗ്രീക്ക് സാഹിത്യകാരന്മാരിൽ പലരും അവരുടെ കൃതികളിൽ, അവരുടെ നാടകങ്ങളിലും അവരുടെ കവിതകളിലുമൊക്കെ ഈ ഗുനേയി എന്ന വാക്കിലൂടെ കുലീന സ്ത്രീകളെ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ അഭിസംബോധന ചെയ്യുവാനായിട്ടാണ് ഉപയോഗിച്ചിരുന്നത്. ചില ഉദാഹരണങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ, BC 1-ാം നൂറ്റാണ്ടിലെ ഹോമറിൻ്റെ ഒഡീസി എന്ന കൃതിയിൽ ഒഡീസിയൂസ് സ്വന്തം പത്നിയായ പെലിനെപ്പിയെ വിളിക്കുന്നത് ഗുനേയി അഥവാ സ്ത്രീയെ എന്നാണ്. അതുപോലെ തന്നെ സോഫോക്ലീസും തൻ്റെ കൃതികളിൽ ഗുനേയി അഥവാ സ്ത്രീയെ എന്ന അഭിസംബോധനയോടുകൂടി കുലീന സ്ത്രീകളെ, മഹനീയ സ്ത്രീകളെ അഭിസംബോധന ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ അഗസ്റ്റസ് സീസർ ഈജിപ്തിൻ്റെ രാജ്ഞിയായ ക്ലെയോപാട്രയെ അഭിസംബോധന ചെയ്തതും ഓ സ്ത്രീയെ എന്ന് വിളിച്ചുകൊണ്ടാണ്. അപ്പോൾ ഇതിലൂടെയെല്ലാം, ഈ സാഹിത്യ പശ്ചാത്തലത്തിലൂടെ നമ്മൾ കണ്ണോടിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകും. ഈശോ അധിക്ഷേപിച്ചല്ല പരിശുദ്ധ അമ്മയെ വിളിക്കുന്നത്, മറിച്ച് പരിശുദ്ധ അമ്മയെ വലിയ ബഹുമാനത്തോടും വലിയ ആദരവോടും വലിയ സ്നേഹത്തോടും കൂടിയാണ് ഓ സ്ത്രീയെ എന്ന് അഭിസംബോധന ചെയ്യുന്നത്. ഈ അഭിസംബോധന നമ്മുടെ മലയാളത്തിലെ പല ബൈബിൾ പണ്ഡിതന്മാരും പറയുന്നത് അവിടെ സ്ത്രീയെ എന്നല്ലായിരുന്നു കൊടുക്കേണ്ടതെന്നത്രേ. അതിന് പകരം, സ്ത്രീയെ എന്ന അഭിസംബോധനയ്ക്ക് പകരം, ഓ അങ്ങ് ഒരു മഹതിയാണല്ലോ, മഹതി എന്ന് വേണമായിരുന്നു അവിടെ തർജിമ ചെയ്യേണ്ടത് എന്ന് പല വചന പണ്ഡിതന്മാരും മലയാളത്തിൽ പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ
പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹവും പരിശുദ്ധ അമ്മയോടുള്ള വലിയ ആദരവും രക്ഷാകര ദൗത്യത്തിൽ അമ്മയ്ക്കുള്ള പങ്കാളിത്തവും ദൗത്യവും ചൂണ്ടിക്കാണിക്കാനത്രേ ഈശോ അമ്മയെ സ്ത്രീയെ എന്ന് അഭിസംബോധന ചെയ്യുന്നത്. ദൈവശാസ്ത്രപരമായി പറഞ്ഞാൽ ചില പ്രത്യേക ലക്ഷ്യങ്ങളോടെ തന്നെയാണ് ഈശോ സ്വന്തം അമ്മയെ സ്ത്രീയെ എന്ന് വിളിക്കുന്നത്. പഴയ നിയമത്തിൻ്റെ ആദ്യ താളുകളിൽ ഒരു സ്ത്രീയുണ്ട്, ആദ്യത്തെ സ്ത്രീ ഹവ്വ. അവളെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. അവൾക്ക് പിശാചുമായുള്ള ചങ്ങാത്തം മൂലമാണ് പിശാച് മനുഷ്യകുലത്തിൻ്റെ മേലെ തൻ്റെ സ്വാധീനം ചെലുത്തുവാൻ ഇടയായത്. പിശാച് അങ്ങ് വളർന്ന് പന്തലിക്കുവാനിടയായത്. അപ്പോൾ ഒരു സ്ത്രീ മൂലമാണ് തിന്മ മനുഷ്യകുലത്തിലേക്ക് പ്രവേശിച്ചതെങ്കിൽ ആദ്യ മാതാപിതാക്കളായിരുന്ന ആ സ്ത്രീയും പുരുഷനായ ആദവും ചേർന്നാണ് പാപത്തെ ഈ പ്രപഞ്ചത്തിലേക്ക്, ഈ ഭൂമുഖത്തേക്ക് സ്വാഗതം ചെയ്യുന്നതെങ്കിൽ ഈശോ ഓ സ്ത്രീയെ എന്ന അഭിസംബോധനയിലൂടെ പുത്തൻ സ്ത്രീയായ, പുത്തൻ ഹവ്വയായ പരിശുദ്ധ മറിയത്തോട്, സ്വന്തം അമ്മയോട് പറയുന്നത്, മറിയമേ നീയാണ് പുതിയ ഹവ്വ, ഞാനാണ് പുതിയ ആദം. നമുക്ക് രണ്ടുപേർക്കും ചേർന്നിട്ട് ഒരു ദൗത്യമുണ്ട്. എന്താണ് ആ ദൗത്യം എന്നറിയാമോ? സാത്താൻ്റെ തല തകർക്കുക എന്നുള്ള ദൗത്യം. ഇതിനെക്കുറിച്ചുള്ള പ്രവചനം, അതായത് പഴയ നിയമത്തിലെ സ്ത്രീയെക്കുറിച്ചുള്ള പ്രവചനം പുതിയ നിയമത്തിലെ സ്ത്രീയുമായിട്ട് എപ്രകാരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള പ്രവചനം ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 15-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ സർപ്പത്തോട് ദൈവം പറയുന്നു, നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും, അവൻ നിന്റെ തല തകർക്കും. ആര് തല തകർക്കും? പുതിയ സ്ത്രീയുടെ, വരാനിരിക്കുന്ന സ്ത്രീയായ പരിശുദ്ധ അമ്മയുടെ മകൻ യേശു ക്രിസ്തു നിന്റെ തല തകർക്കുമെന്നാണ് ദൈവം സർപ്പത്തോട് പറയുന്നത്, അല്ലെങ്കിൽ ആ പുരാതന സർപ്പമായ സാത്താനോട് പറയുന്നത്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 15-ാം തിരുവചനം ഒരു പ്രവചനമാണെങ്കിൽ ആ പ്രവചന പൂർത്തീകരണം നമ്മൾ കാണുന്നത് വെളിപാട് പുസ്തകം 12-ാം അധ്യായത്തിലാണ്. അവിടെ സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീയെ നമ്മൾ കാണുന്നുണ്ട്. സൂര്യനെ ഉടയാടയാക്കിയ സ്ത്രീ, അവൾ ഭൂമുഖത്തേക്ക് കടന്നു വരുന്നു. അവൾ ഗർഭവതിയാണ്, മകനെ പ്രസവിക്കുന്നു. ആ നിമിഷം സംഭവിക്കുന്നത് ഈ പുരാതന സർപ്പം യുദ്ധത്തിൽ പരാജയപ്പെടുകയും അതിനെ വലിച്ച് ഭൂമിയിലേക്ക് എറിയുകയുമാണ് ചെയ്യുന്നത്. അപ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിലെ ആ പ്രവചനം, ഈ സ്ത്രീ പിശാചിൻ്റെ തല തകർക്കുമെന്ന പ്രവചനം വെളിപാട് പുസ്തകം 12-ാം അധ്യായത്തിൽ നിറവേറുമ്പോൾ ഈശോ എന്തിനാണ് പരിശുദ്ധ കന്യകാമറിയത്തെ ഓ സ്ത്രീയെ എന്ന് അഭിസംബോധന ചെയ്തത് എന്നതിനെക്കുറിച്ച് നമുക്കൊരു ബോധ്യമുണ്ടാകുന്നു. അപ്പോൾ സ്ത്രീയെ എന്ന് ഈശോ പരിശുദ്ധ അമ്മയെ, സ്വന്തം മാതാവിനെ അഭിസംബോധന ചെയ്യുമ്പോൾ അതിൻ്റെ അർത്ഥം പരിശുദ്ധ അമ്മയ്ക്ക് പിശാചിൻ്റെ മേലുള്ള അധികാരത്തെ കാണിക്കുവാനായിട്ടാണ്, അല്ലെങ്കിൽ പിശാചിൻ്റെ തല തകർക്കുവാനായിട്ട് യേശുവിനോട് ചേർന്ന് നിൽക്കേണ്ടവളാണ് അമ്മ. ആ ഒരു ദൗത്യം ചൂണ്ടിക്കാണിക്കുവാനായിട്ടാണ് ഈശോ അമ്മയെ ഓ സ്ത്രീയെ എന്ന് വിളിക്കുന്നത്. ഈശോ സ്ത്രീയെ എന്ന് വിളിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം നീ പുത്തൻ ഹവ്വയാണ്, നീ പിശാചിൻ്റെ തല തകർക്കേണ്ടവളാണെന്നാണ് ഈശോ അമ്മയോട് പറയുന്നത്. ക്രിസ്തുവിലേറെ സ്നേഹമുള്ളവരെ, പരിശുദ്ധ അമ്മയെ പലപ്പോഴും നമ്മൾ മറന്നു കളയാറുണ്ട്, അല്ലേ? നമ്മളെല്ലാവരും പറയും നമുക്ക് പരിശുദ്ധ അമ്മയോട് വലിയ സ്നേഹമാണ്, വലിയ ആദരവാണ്, മാധ്യസ്ഥം വ്യാഴ്ച പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ അമ്മയ്ക്കുള്ള വലിയ പങ്കിന് കുറഞ്ഞു വരുന്നുണ്ട്. നമ്മൾ സൗകര്യപൂർവ്വം പരിശുദ്ധ അമ്മയെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നു. തൽഫലമായിട്ട് സാത്താൻ്റെ പ്രവർത്തനങ്ങളും സാത്താൻ്റെ കുതന്ത്രങ്ങളും എല്ലാം നമ്മുടെ ജീവിതത്തിൽ കൂടുതലായിട്ട് പ്രതിഫലിക്കുകയും ചെയ്യുന്നു. മക്കൾ വഴിതെറ്റി പോകുന്നുണ്ട്. തിന്മയുടെ ശക്തികൾ എന്തെന്നില്ലാത്ത രീതിയിൽ, പണ്ടില്ലാത്ത രീതിയിൽ ഇന്ന് നമ്മുടെ ഭവനങ്ങളെ പിടിമുറുക്കുമ്പോൾ അതിൻ്റെ അർത്ഥം, അത് നൽകുന്ന സിഗ്നൽ എന്താണെന്നറിയാമോ? പരിശുദ്ധ അമ്മയെ നമ്മൾ നമ്മുടെ ഭവനങ്ങളിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുന്നു. നിനക്ക് സാത്താൻ്റെ തല തകർക്കണമെങ്കിൽ, നിന്റെ ജീവിതത്തിൻ്റെ, നിന്റെ കുടുംബത്തിൻ്റെ നിയന്ത്രണം ക്രിസ്തുനാഥനെ ഏൽപ്പിക്കുവാനായിട്ട് നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ, പിശാചിനെ പരാജയപ്പെടുത്തണമെങ്കിൽ നിനക്കും എനിക്കും ആ സ്ത്രീയുടെ ആവശ്യമുണ്ട്. സ്ത്രീയായ പരിശുദ്ധ അമ്മയുടെ ആവശ്യമുണ്ട്. പുത്തൻ ഹവ്വയായ പരിശുദ്ധ കന്യകാമറിയത്തിന് മാത്രമേ നമ്മുടെ ജീവിതത്തിൽ പിശാച് പിടിമുറുക്കുമ്പോൾ അവിടെ ഇടപെട്ട് ആ പിശാചിൻ്റെ ശിരസ് തകർക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇനി മുതൽ നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥന ചൊല്ലുമ്പോൾ സ്ത്രീകളിൽ നീ അനുഗ്രഹീതയാണ് നമ്മൾ പറയില്ലേ, ആ സമയത്ത് ഉള്ളുകൊണ്ട് പ്രാർത്ഥിക്കണം, എൻ്റെ അമ്മേ മാതാവേ,
എൻ്റെ കുടുംബത്തെയും എൻ്റെ വ്യക്തി ജീവിതത്തെയും എൻ്റെ ബിസിനസ് മേഖലകളെയും എൻ്റെ ഭവനത്തെയും കൃഷിയിടങ്ങളെയും ഒക്കെ സ്വാധീനിക്കുന്ന തിന്മയുടെ അഴുക്കിൻ്റെ എല്ലാ ശക്തികളിൽ നിന്നും സ്വാധീനങ്ങളിൽ നിന്നും അമ്മേ എനിക്ക് മോചനവും വിടുതലും നൽകണമേ, ബന്ധനം ഒഴിവാക്കണമേ എന്ന് പരിശുദ്ധ അമ്മയോട് നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പോൾ സ്ത്രീയെ എന്ന പദം എന്തുകൊണ്ട് ഈശോ ഉപയോഗിച്ചു എന്നുള്ളതിൻ്റെ ക്ലാസ് അല്ല ഇത്, മറിച്ച് എന്തുകൊണ്ടാണ് ഈ സ്ത്രീ ഇന്നും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനിവാര്യമായ ഒരു വ്യക്തിയാണ് എന്ന് ഉള്ള ചെറിയൊരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ്. അപ്പോൾ നിരന്തരം നമുക്ക് പ്രാർത്ഥിക്കാം, പരിശുദ്ധ അമ്മേ മാതാവേ, സാത്താൻ്റെ തല തകർക്കുവാനായിട്ട് ദൈവം തിരഞ്ഞെടുത്തവളായ നീ ഞങ്ങളെയും സഹായിക്കണമേ. തിന്മയ്ക്കെതിരെ ഞങ്ങൾ ഒറ്റപ്പെടുമ്പോൾ, പടപൊരുതുവാനായിട്ട് ശക്തിയില്ലാതെ ഞങ്ങൾ വേദനിച്ചിരിക്കുമ്പോൾ അമ്മേ മാതാവേ, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയും ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ കൃഷിയിടങ്ങളെയും ഒക്കെ അമ്മ സംരക്ഷിക്കുകയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് പരിശുദ്ധ അമ്മയെ വിളിച്ച് പ്രാർത്ഥിക്കണം നമ്മൾ ഓരോരുത്തരും. രണ്ടാമതായിട്ട് പരിശുദ്ധ അമ്മയെ ഈശോ സ്ത്രീ എന്ന് അഭിസംബോധന ചെയ്യുന്നതിലൂടെ മനുഷ്യകുലത്തിന് മുൻപിൽ സ്വന്തം മാതാവിനെ സഹരക്ഷകയായി കൂടി ഈശോ അവതരിപ്പിക്കുന്നു. സഹരക്ഷകയാണ് അവൾ. നമ്മൾ കണ്ടു കഴിഞ്ഞു, പഴയ നിയമത്തിൽ ഒരു പഴയ പുരുഷനുണ്ട് ആദം, ഒരു പഴയ സ്ത്രീയുമുണ്ട് ഹവ്വ. ഇവർ രണ്ടുപേരും പാപം ചെയ്തു. അവരുടെ ആദിമ പാപം മൂലമാണ് പറുദീസ നഷ്ടമായത്. ആദ്യ സ്ത്രീയായ ഹവ്വയുടെ അനുസരണക്കേട് മൂലം നഷ്ടപ്പെട്ട പറുദീസ തിരികെ പിടിക്കുവാനായിട്ട് പരിശുദ്ധ അമ്മ ഈശോയോട് ചേർന്ന് നിൽക്കുകയാണ് ചെയ്യുന്നത്. ഹവ്വയുടെ ധിക്കാരം മൂലമുണ്ടായ ബന്ധനമഴിക്കുവാൻ മറിയത്തിൻ്റെ അനുസരണത്തിന് കഴിയുന്നു. നോക്കുക, ഹവ്വയുടെ ധിക്കാരം, ഹവ്വയുടെ അനുസരണക്കേട് മൂലം പറുദീസ നഷ്ടപ്പെട്ടു, ദൈവപുത്ര സ്ഥാനവും നഷ്ടപ്പെട്ടു. പക്ഷെ അതിനെ തിരികെ പിടിക്കുവാനായിട്ട്, നഷ്ടമായതിനെയൊക്കെ തിരികെ പിടിക്കുവാൻ അവതീർണനായ രക്ഷകനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന പരിശുദ്ധ കന്യകാമറിയം സഹരക്ഷകയായിട്ട് മാറുന്നു. അപ്പോൾ അത് ഈശോ നമ്മുടെ മുൻപിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കാനായിലെ കല്യാണ വിരുന്നിൻ്റെ സമയത്ത് ഈ സ്ത്രീയാണ് പുതിയ സ്ത്രീ, ഞാൻ രക്ഷകനാണ്, ഞാൻ പുതിയ മനുഷ്യനാണ്, പുത്തൻ പുരുഷനാണ്. എൻ്റെ അമ്മ ഈ രക്ഷാകര ദൗത്യത്തിൽ എന്നോട് ചേർന്ന് നിൽക്കുകയും മനുഷ്യകുലത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി മാധ്യസ്ഥം യാചിക്കുകയും ചെയ്യുവാനായിട്ട് വിളിക്കപ്പെട്ടവളാണെന്നാണ് ഈശോ നമ്മളോട് പറയുന്നത്. വിശുദ്ധ ഇരണേവൂസ് പറയുന്നത് ഇപ്രകാരമാണ്: സ്വന്തം അനുസരണം മൂലം മറിയം തനിക്കും മാനവവംശം മുഴുവനും രക്ഷാഹേതുവായി തീർന്നു. അപ്പോൾ ഹവ്വയിലൂടെ മനുഷ്യകുലത്തിലേക്ക് മരണം പ്രവേശിച്ചു. പക്ഷേ പരിശുദ്ധ അമ്മയിലൂടെ ജീവൻ, പുത്തൻ ജീവൻ പ്രവേശിക്കുന്നു. ഹവ്വ മരണത്തിൻ്റെ മാതാവാണെങ്കിൽ പരിശുദ്ധ കന്യകാമറിയം ജീവിക്കുന്നവരുടെ മുഴുവൻ മാതാവാണ്. അപ്പോൾ സ്ത്രീയെ എന്ന അഭിസംബോധന ചെയ്യുന്നതിലൂടെ ഈശോ പറയുന്നത്, ഇതാ എൻ്റെ അമ്മ, ഇവൾ ജീവിക്കുന്നവരുടെ മാതാവാണ്, ഇവൾ സഹരക്ഷകയാണ്, ഇവൾ പിശാചിൻ്റെ ശിരസ് തകർക്കുവാനായിട്ട് വിളിക്കപ്പെട്ടിട്ടുള്ളവളാണ്. ക്രിസ്തുവിലേറെ സ്നേഹമുള്ളവരെ, നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വീണ്ടും പരിശുദ്ധ അമ്മയ്ക്കുണ്ടായിരിക്കേണ്ട സ്ഥാനത്തെക്കുറിച്ചാണ് നമ്മളിവിടെ വായിക്കുന്നത് അല്ലെങ്കിൽ പഠിക്കുന്നത്. ഹവ്വയ്ക്ക് പറ്റിയതുപോലെ തന്നെ ധിക്കാരം ഒന്നുകൊണ്ട് മാത്രം, അനുസരണക്കേട് ഒന്നുകൊണ്ട് മാത്രം നമുക്കും ദൈവപുത്ര സ്ഥാനം ചിലപ്പോഴൊക്കെ നഷ്ടമായി പോകാറുണ്ട്. നമ്മുടെയൊക്കെ ചിന്ത ഈ അനുസരണം എന്ന പുണ്യം കുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ളതാണെന്നല്ലേ. കുട്ടികളെ നമ്മൾ വഴക്ക് പറഞ്ഞ് അനുസരണം പഠിപ്പിക്കാറുണ്ട്. പക്ഷേ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല, പ്രായഭേദമന്യേ എല്ലാവരും തങ്ങളുടെ ഹൃദയത്തിൽ, തങ്ങളുടെ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കേണ്ടതും പരിശീലിക്കേണ്ടതുമായ ഒരു വലിയ പുണ്യമാണ് അനുസരണം. കാരണം നമ്മൾ ഓരോ തവണയും വിധേയത്വത്തിലായിരിക്കുമ്പോൾ, ധിക്കാരം മാറ്റിവെച്ച് അനുസരണമെന്ന പുണ്യത്തെ മുറുകെ പിടിക്കുമ്പോൾ, പുത്തനാദമായ ക്രിസ്തുവിനോടും പുത്തൻ ഹവ്വയായ മറിയത്തോടും ചേർന്ന് നിൽക്കുന്നു. മറിയം തൻ്റെ അനുസരണം എന്ന വ്രതത്തിലൂടെ തിരികെ പിടിച്ച ആ പറുദീസായിൽ എനിക്കും നിങ്ങൾക്കും പങ്കാളിയാകണമെങ്കിൽ അനുസരിച്ചേ മതിയാവൂ. അതെത്ര വലിയ വ്യക്തിയായിക്കൊള്ളട്ടെ, എത്ര ചെറിയ കുട്ടിയായിക്കൊള്ളട്ടെ, എത്ര പ്രായമുള്ള വ്യക്തിയായിക്കൊള്ളട്ടെ, യുവാവായിക്കൊള്ളട്ടെ, യുവതിയായിക്കൊള്ളട്ടെ, പറുദീസ തിരികെ പിടിക്കണമെങ്കിൽ, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയ ദൈവപുത്ര സ്ഥാനത്തിന് നമ്മൾ വീണ്ടും അർഹരാകേണ്ടതിന് നമുക്ക് ധിക്കാര സ്വഭാവം മാറ്റിവെച്ച്
അനുസരണത്തിൽ നിരന്തരം വളരേണ്ടതുണ്ട്. അതുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ അമ്മയുടെ മാധ്യസ്ഥം യാചിക്കുക, അതോടൊപ്പം തന്നെ അമ്മയെ കണ്ടുപിടിക്കുക. ആ സ്ത്രീ എന്ന് അഭിസംബോധന ചെയ്യപ്പെട്ടവൾ, സ്ത്രീ എന്ന് നമുക്ക് മുൻപിൽ ഈശോ പരിചയപ്പെടുത്തിയ നമ്മുടെ പ്രിയപ്പെട്ട അമ്മ വെറുമൊരു സാധാരണക്കാരി സ്ത്രീയല്ല. അവളൊരു പുത്തൻ സ്ത്രീയാണ്. അവൾ നമ്മെ ദൈവപുത്ര സ്ഥാനത്തെങ്കിലേക്ക് തിരികെ നടത്തുന്ന സ്ത്രീയാണ്. അവൾ സഹരക്ഷകയാണ്. ധിക്കാരം മൂലം, അനുസരണക്കേട് മൂലം നമുക്ക് സ്വർഗം നഷ്ടപ്പെടാതിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ഈ സ്ത്രീയെ എന്ന അഭിസംബോധന, മറിയം സഹരക്ഷകയാണ്, അവൾ പിശാചിൻ്റെ തല തകർക്കുവാനായിട്ട് വിളിക്കപ്പെട്ടവളാണ് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമല്ല പരിശുദ്ധ അമ്മയ്ക്ക് നൽകുന്നത്. ഒപ്പം ഈശോയുടെ ശിഷ്യയാണ് മറിയം എന്ന ഒരു ഓർമ്മപ്പെടുത്തൽ കൂടെ ഈശോ മറിയത്തിന് നൽകുന്നുണ്ട്. ശരിയാണ്, മറിയം ഈശോയുടെ അമ്മയാണ്, നൊന്ത് പ്രസവിച്ചവളാണ്. പക്ഷേ യേശുവിൻ്റെ ശിഷ്യഗണത്തിൽ അഗ്രഗണ്യ കൂടിയാണ് പരിശുദ്ധ മറിയം എന്നുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. യേശു ശിഷ്യത്വത്തിലേക്ക് സ്ത്രീജനങ്ങളെ വിളിക്കുമ്പോൾ ഒക്കെയും സ്ത്രീയെ ഗുനൈ എന്ന അഭിസംബോധനയാണ് നടത്തുന്നത്. ചില ഉദാഹരണങ്ങളോട് നമുക്ക് കണ്ണോടിക്കാം. യോഹന്നാന്റെ സുവിശേഷം 4:21 സമരിയാക്കാരി സ്ത്രീയെ തൻ്റെ ശിഷ്യത്വത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈശോ പറയുന്നു, സ്ത്രീയെ എന്നിൽ നീ വിശ്വസിക്കുക. യോഹന്നാൻ 8:10 പിടിക്കപ്പെട്ട വ്യഭിചാരിണിയോടായിട്ട് ഈശോ ചോദിക്കുന്നു, സ്ത്രീയെ അവരെവിടെ, ആരും നിന്നെ വിധിച്ചില്ലേ എന്ന്. യോഹന്നാന്റെ സുവിശേഷം 20:13 മഗ്ദലന മറിയത്തോട് ഈശോ ചോദിക്കുന്നു, സ്ത്രീയെ നീ എന്തിന് കരയുന്നുവെന്ന്. മത്തായിയുടെ സുവിശേഷം 15:28 കാനാൻകാരിയോട് ഈശോ ചോദിക്കുന്നു, സ്ത്രീയെ നിന്റെ വിശ്വാസം വലുതാണ് എന്ന്. അപ്പോൾ ഈ ഉദാഹരണങ്ങളിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കുന്നത് ഈശോയുടെ ശിഷ്യഗണത്തിൽ ഈ 12 അപ്പസ്തോലന്മാരും മറ്റ് 72 പുരുഷന്മാരും മാത്രമല്ല ഉണ്ടായിരുന്നത്. വിശ്വസ്തരായ, ഈശോയെ ഗാഠമായിട്ട് സ്നേഹിച്ച, ഈശോയ്ക്ക് വേണ്ടി ചങ്ക് പറിച്ചു കൊടുക്കുവാനായിട്ട് മാത്രം സന്മനസ് കാണിച്ച ശിഷ്യരുണ്ടായിരുന്നു, സ്ത്രീജനങ്ങളുണ്ടായിരുന്നു. അവരിൽ അഗ്രഗണ്യായിരുന്നു, ആ സ്ത്രീകളുടെയൊക്കെ നേതാവും കൂടിയായിരുന്നു പരിശുദ്ധ കന്യാമറിയം. അപ്പോൾ പരിശുദ്ധ അമ്മ ഈശോ വിളിക്കുന്നത് തൻ്റെ ശിഷ്യഗണത്തിലേക്ക് കൂടിയാണ്. ഈ സ്ത്രീകളെല്ലാം ഈശോ വിളിക്കുന്നത് പോലെ. ക്രിസ്തുവിലേറെ സ്നേഹമുള്ളവരെ, നമ്മുടെ തിരുസഭയിൽ സ്ത്രീജനങ്ങളുടെ വിശ്വാസം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈശോയുടെ ശിഷ്യന്മാരുടെ തന്നെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. പലരും, പുരുഷന്മാരായ ശിഷ്യന്മാർ പലരും ഈശോയെ വിട്ടിട്ട് പോയി. കുരിശിന് വഴിയിൽ ഓരോരുത്തരുടെ കൊഴിയുവാനായിട്ട് തുടങ്ങി. പക്ഷേ കുരിശിൻ്റെ ചുവട്ടിൽ നിലകൊണ്ട വ്യാകുലയായ മാതാവിനെ പോലെ, ആ അമ്മയോടൊപ്പം ചേർന്ന് നിന്ന, ഈശോയെ കൈവിടാതെ ഒപ്പം നിന്ന മറ്റ് സ്ത്രീകളെ പോലെ, ജെറുസലേമിലെ സ്ത്രീകളെ പോലെ, ഒരുപക്ഷെ വെറോനിക്കയെ പോലെ ഈശോയിലുള്ള വിശ്വാസം കൈവിടിയാതെ വിശ്വാസം പരസ്യമായിട്ട് പ്രഘോഷിച്ച നിരവധി സ്ത്രീ ശിഷ്യകൾ യേശുവിനോടൊപ്പം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇന്നും തിരുസഭയുടെ കരുത്ത് എന്ന് പറയുന്നത് പ്രാർത്ഥിക്കുന്ന അമ്മമാരാണ്, പ്രാർത്ഥിക്കുന്ന സ്ത്രീജനങ്ങളാണ്. എനിക്ക് ഒരു സാക്ഷ്യം എന്നതുപോലെ പറയുവാനായിട്ട് സാധിക്കും. നല്ലൊരു പുരോഹിതനുണ്ടെങ്കിൽ, നല്ലൊരു സന്യാസി ഉണ്ടെങ്കിൽ, തിരുസഭയിൽ ഏതെങ്കിലും വിശുദ്ധരുണ്ടായിട്ടുണ്ടെങ്കിൽ അത് അവരുടെ മാത്രം ക്രെഡിറ്റ് അല്ല, മറിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വിശ്വാസമുള്ള ഒരു അമ്മയാണ് ഓരോ പുരോഹിതൻ്റെയും ഓരോ സന്യാസിയുടെയും പിൻബലമെന്ന് പറയുന്നത്. അപ്പോൾ വിശുദ്ധി എന്ന് പറയുന്നത് പുരോഹിതർക്ക്, സന്യസ്തർക്ക്, വിശുദ്ധർക്ക് വെറുതെ സൗജന്യ ദാനമായിട്ട് നൽകപ്പെടുന്ന ഒന്നല്ല. പ്രാർത്ഥിക്കുന്ന അമ്മമാരാണ് അവർക്ക് വിശ്വാസത്തിൻ്റെ ദീപം തെളിച്ചു കൊടുത്തത്. പ്രാർത്ഥിക്കുന്ന അമ്മയാണ് എന്നെയും മറ്റു പുരോഹിതരെയും ഒക്കെ പുരോഹിതരാക്കി വളർത്തിക്കൊണ്ട് വന്നത്. ഞങ്ങൾക്ക് ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ദൈവവിളി അങ്ങ് ലഭിച്ചതൊന്നുമല്ല, മറിച്ച് ഞങ്ങൾക്ക് പിന്നിൽ ഇന്നും എപ്പോഴും കരുത്തായി വിശ്വാസമായിട്ട് പ്രാർത്ഥന കൊണ്ട് നിലകൊള്ളുന്ന ഞങ്ങൾ ഓരോരുത്തരുടെയും വിശ്വാസമുള്ള പ്രാർത്ഥിക്കുന്ന സ്ത്രീകളാണ്. പലപ്പോഴും നമ്മൾ തമാശയ്ക്കെങ്കിലും പറയാറുണ്ട്, ഓരോ പുരുഷൻ്റെയും വിജയത്തിൻ്റെ പിന്നിൽ ആരാണ്? സ്ത്രീകളാണെന്നല്ലേ. ഓരോ പുരോഹിതൻ്റെയും ദൈവവിളിയുടെ പിന്നിൽ, ഓരോ പുരോഹിതൻ്റെയും ദൈവവിളിയുടെ ആധാരമെന്ന് പറയുന്നത് പ്രാർത്ഥിക്കുന്ന അമ്മയാണ്, പ്രാർത്ഥിക്കുന്ന അമ്മമാരാണ്. അല്ലാതെ ഒരു വ്യക്തിയും പുരോഹിതനായിട്ടില്ല, അല്ലാതെ ഒരു വ്യക്തിയും വിശുദ്ധരായിട്ടില്ല. ഏതൊരു വിശുദ്ധൻ്റെയും ജീവചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കുക, ഏതൊരു നന്മയുള്ള വ്യക്തിയുടെയും ജീവചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കുക, അവരുടെയൊക്കെ പിന്നിൽ പ്രാർത്ഥിക്കുന്ന അമ്മയുണ്ട്. വിശ്വാസത്തോടുകൂടി, വിശ്വാസ ജീവിതത്തിൽ നിന്നും
അണുവിട ചലിക്കാത്ത നിരവധി അമ്മമാരാണ് ഇന്നും നമ്മുടെ സഭയുടെ കരുത്ത് എന്ന് പറയുന്നത്, സഭയുടെ ശക്തി എന്ന് പറയുന്നത്. അപ്പോൾ പരിശുദ്ധ കന്യാമറിയത്തെ ശിഷ്യത്വത്തിലേക്ക് ക്ഷണിച്ച അതേ ഈശോ ഇന്ന് നമ്മുടെ സഭയിലെ ഓരോ അമ്മമാരെയും ഓരോ സഹോദരിമാരെയും വിളിക്കുന്നുണ്ട്. വരുവിൻ, സ്ത്രീയെ കടന്നു വരുന്ന വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വരുവിൻ. വിശ്വാസത്തിൽ ഭംഗം വരാതെ നല്ല മാതൃകയോടുകൂടി സഭയ്ക്കും സമൂഹത്തിനും അഭിമാനമായിട്ട് നിലകൊള്ളുവരെന്ന് പറഞ്ഞുകൊണ്ട് ഈ അടുത്തിടയ്ക്ക് ഒരു ഇടവകയിൽ ഒരു ചർച്ചയുണ്ടായി. മാതൃസംഘടനയിൽ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന അമ്മയ്ക്ക് സമ്മാനം കൊടുക്കണമെന്ന്. പരസ്പരം വഴക്കായി തുടങ്ങി ആരാണ് ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നതെന്ന്. പല പല ചർച്ചകളായി, പല പല വാഗ്വാദങ്ങളായി, സംഘടനകളായി. ഒടുവിൽ അവർ മറ്റ് ഇടവകളിൽ അന്വേഷിച്ചു, ഇങ്ങനെ അവാർഡ് കൊടുക്കുന്നത് നല്ലതാണോ? അങ്ങനെ ചോദ്യം എൻ്റെ അടുത്ത് വന്നു. പല വൈദികരോടും ചോദിച്ചപ്പോൾ എൻ്റെ ഉത്തരം ഇതായിരുന്നു: സംഘടനയിൽ ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന വ്യക്തിക്കല്ല സമ്മാനം കൊടുക്കേണ്ടത്, മറിച്ച് വിശ്വാസത്തിൽ ഒരു വെളിച്ചം കാണിച്ചുകൊണ്ട് മകനെയും മകളെയും മക്കളെയും ഒക്കെ നല്ല രീതിയിൽ പരിപാലിച്ച് വളർത്തിക്കൊണ്ടുവരുന്ന അമ്മയ്ക്കാണ് അവാർഡ് കൊടുക്കേണ്ടതെന്നായിരുന്നു എൻ്റെ എളിയ ഉത്തരം. സ്നേഹമുള്ളവരെ, വിശ്വാസത്തിൽ വളർന്നു വരുവാനായിട്ട് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യം ഓരോ അമ്മമാരും അനുദിനം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാരണം അമ്മയുടെ കയ്യിലാണ് മക്കളുടെ വിശുദ്ധിയുടെ താക്കോലെന്ന് പറയുന്നത്. അമ്മയ്ക്ക് വിശുദ്ധി നഷ്ടപ്പെടുകയാണെങ്കിൽ, അമ്മയ്ക്ക് വിശുദ്ധിയിൽ കളങ്കമേശുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും അത് മക്കളെയും സ്വാധീനിക്കും. ഏതാനും നാളുകൾക്ക് മുൻപ് ഒരു തിയോളജി ക്ലാസ്സിൽ ഒരു സെമിനാരിയൻ തൻ്റെ പ്രൊഫസറോട് ചോദിക്കുകയാണ്, അച്ഛാ, ധൂർത്തപുത്രൻ്റെ ഉപമയിൽ അപ്പനുണ്ട്, ജ്യേഷ്ഠനുണ്ട്, മറ്റ് ശുശ്രൂഷകരെല്ലാവരും അവിടെയുണ്ട്, അമ്മ എവിടെ പോയി എന്നുള്ളൊരു ചോദ്യം ആ സെമിനാരിയന് ക്ലാസ്സിൽ വെച്ച് ഉന്നയിച്ചപ്പോൾ പ്രൊഫസറുടെ മറുപടി ഇത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ: അമ്മ എവിടെ പോയി എന്നല്ല നമ്മൾ കണ്ടെത്തേണ്ടത്, നമ്മൾ പഠിക്കേണ്ടത് അവിടെ അമ്മയുണ്ടായിരുന്നെങ്കിൽ, ധൂർത്തപുത്രൻ്റെ ഭവനത്തിൽ അമ്മയുടെ സാന്നിധ്യമുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ആ മകൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവുകയില്ലായിരുന്നു. ഈശോയിലേറെ സ്നേഹമുള്ളവരെ, പരിശുദ്ധ അമ്മ ക്രിസ്തു ശിഷ്യത്വത്തിന് സ്വയം വിട്ടുകൊടുത്തതുപോലെ നമ്മുടെ ഭവനത്തിലെ അമ്മമാരും യേശുവിൻ്റെ നല്ല ശിഷ്യരായിട്ട് വളർന്നു വരണം. നമ്മുടെ സമൂഹത്തിൽ ദൈവവിളികളുടെ എണ്ണം ക്ഷയിക്കുന്നുവെങ്കിൽ, പുത്തൻ കുടുംബ ബന്ധങ്ങളൊക്കെ തുടർച്ചയായിട്ട് തകർന്ന് തരിപ്പണമാകുന്നുവെങ്കിൽ, അമ്മമാർ ഉണർന്ന് പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും അടയാളത്തെക്കുറിച്ചുമാണ് ഈശോ നമ്മളിപ്പോൾ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് പഴയ നിയമത്തിലെ സ്ത്രീയുടെ ഉദാഹരണമല്ല നമ്മൾ പിൻചെല്ലേണ്ടത്, മറിച്ച് പുത്തൻ ഹവ്വയായ, വിശ്വാസത്തിന് മാതൃകയായ, സഹരക്ഷകയായ, സാത്താൻ്റെ തല തകർക്കുവാനായിട്ട് ദൈവം പ്രത്യേകം ക്ഷണിച്ചവളായ ആ സ്ത്രീയെ, പരിശുദ്ധ അമ്മയെ നമുക്ക് മുറുകെ പിടിക്കാം. ഒരിക്കൽ കൂടെ കരങ്ങൾ കൂപ്പി നമുക്കെല്ലാവർക്കും ചേർന്ന് നമ്മുടെ ഭവനങ്ങളിലെ, നമ്മുടെ കുടുംബത്തിലെ, നമ്മുടെ സമൂഹത്തിലെ, സഭയിലെ എല്ലാ അമ്മമാരെയും എല്ലാ സഹോദരിമാരെയും വളർന്നു വരുന്ന എല്ലാ കുഞ്ഞു മക്കളെ സമർപ്പിച്ചുകൊണ്ട് അമ്മയുടെ മാധ്യസ്ഥയായി നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.